ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ അശ്വതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റേയുടെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗാണ്. ഒട്ടുമിക്ക ഗേൾസിൻ്റെ ആഗ്രഹമാണല്ലേ നല്ല ക്വാളിറ്റി ആൻഡ് മാനേജബിൾ ആയിട്ടുള്ള ഹെയർ വേണമെന്ന്. പക്ഷേ ചിലവർക്ക് വളരെ ഫ്രിസി അൺമാനേജബിൾ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അത്തരം ആളുകൾ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. പക്ഷേ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതായത് ഹെയർ ഫോൾ ഡാമേജ് ഒക്കെ കരുതി അത് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. മേ ബി ഹെൽപ്ഫുൾ ആകുമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഇത്തവണ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോയത് ഫെയർ സലൂണിലാണ്. അപ്പോൾ ഞാനൊരു 4 ഇയേഴ്സായി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ സ്മൂത്തനിങ് എന്ന സ്മൂത്തനിങ് ആണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പക്ഷേ ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി, അങ്ങനെ ധാരാളം ട്രീറ്റ്മെൻറ്റുകൾ കുറച്ചും കൂടി ഹെയറിനെ ഹെൽത്തി ആക്കുന്ന രീതിയിൽ. ഈ സ്മൂത്തനിങ് എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളാണ്. അത് നമ്മളെ ഹെയറിന് കുറച്ച് ഡാമേജസ് ഒക്കെ വരുത്തും. പക്ഷേ എന്നാലും പലരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹെയറിനെ കുറിച്ച് ഒരുപാട് കൺസേൺ ആണെങ്കിൽ നമുക്ക് ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി എന്ന ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാം. പക്ഷേ ഇതിന് ഓരോരോ സൈഡുകളുണ്ട്. ഞാൻ ഇത്തവണ നാനോപ്ലാസ്റ്റി ഓർ ബോട്ടോക്സ് ചെയ്യണമെന്ന് കരുതിയാണ് പോയത്. പക്ഷേ എനിക്ക് ഡിസിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഞാൻ സ്മൂത്തനിങ് തന്നെ റിപ്പീറ്റ് ചെയ്തു. അതിന് കാരണം ഈ ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി ഇതെല്ലാം ടെമ്പററി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണ്. നമ്മൾ ഒരു 60 വാഷസ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് അപ്പിയറൻസ് മാറും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ബൈ ദ വൈ, ഈ മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു 60 വാഷസ് കഴിയുമ്പം അത് പഴയ സ്റ്റേജിലോട്ട് ആകുമെന്ന് കേട്ടതുകൊണ്ട് ഞാൻ സ്മൂത്തനിങ് തന്നെ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ മൂവി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ മുന്നേ സ്മൂത്തനിങ് ആണ് ചെയ്തത്. അപ്പോൾ സ്മൂത്തനിങ് ചെയ്തവർക്ക് ചെയ്ത ഹെയർ സ്ട്രെയിറ്റ് അപ്പിയറൻസ് തന്നെയായിരിക്കും. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഗ്രോ ചെയ്ത ഹെയർ നമ്മുടെ പഴയ ഒരു ടെക്സ്ചറിൽ തന്നെയായിരിക്കും. വേവി ആണെങ്കിൽ അങ്ങനെ, കേർലി ആണെങ്കിൽ ആ ഒരു രീതി തന്നെയായിരിക്കും. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ഗ്രോ ചെയ്ത ഹെയർ ഒരു ഡിഫറെൻ്റ് ആയിട്ടും നമ്മുടെ ഓൾറെഡി നമ്മൾ സ്മൂത്തൻ ചെയ്ത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് അപ്പിയറായി തുടങ്ങും, സിബിളായി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 6 മന്ത്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വീണ്ടും ഹെയർ ട്രീറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം. മിനിമം ഒരു 6 മന്ത്സ് ഗ്യാപ്പെങ്കിലും നല്ലതായിരിക്കും. കാരണം സ്മൂത്തനിങ് ഒക്കെ കുറച്ച് കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ ബോട്ടോക്സ് ആൻഡ് നാനോപ്ലാസ്റ്റി ആണെങ്കിൽ അത്ര പ്രശ്നമില്ല. കാരണം കുറച്ചും കൂടി അത് ഹെയറിന് ഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ ചിലവർക്ക് ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി കുറച്ച് അതായത് ഒരു 6 മന്ത്സോളം അല്ലെങ്കിൽ ഒരു 7-8 മന്ത്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അത് ഓരോ സലൂൺ ബേസ്ഡ് അവർ യൂസ് ചെയ്യുന്ന ക്രീം, പിന്നെ നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ റെഗുലർ ഹെയർ വാഷ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അത്ര ഡേയ്സ് ഒന്നും അത് ലാസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ മാനേജ് ചെയ്യുന്ന രീതിയും പിന്നെ ഓരോ സലൂൺ ബേസ് അവർ യൂസ് ചെയ്യുന്ന ക്രീം അതനുസരിച്ചായിരിക്കും ലാസ്റ്റിംഗ് പീരീഡ് പോകുന്നത്. അപ്പോൾ എനിവേസ് എനിക്ക് ഒരു 6 മന്ത്സോളം ചെയ്ത ഹെയർ ആ ഒരു സ്ട്രെയിറ്റ് അപ്പിയറൻസ് തന്നെ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ സ്മൂത്തനിങ് തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ഹെയറിനെ നമ്മൾ കെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഡാമേജസ് ഉണ്ടാവാം. സലൂണിലൊക്കെ പറയുന്നത് ഏകദേശം നമ്മൾ റെഗുലറായിട്ട് മന്ത്ലി നമ്മളൊരു ഹെയർ സ്പാ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് മന്ത്ലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 2-3 മന്ത്സ് കൂടുമ്പോഴെങ്കിലും ഹെയർ സ്പാ ചെയ്യാൻ ശ്രമിക്കുക. ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ പ്രൊസീജിയർ വന്നിട്ട് ആദ്യം നമ്മുടെ ഹെയർ നല്ല രീതിയിൽ അവർ വാഷ് ചെയ്യും. ആഫ്റ്റർ ദിസ് നമ്മുടെ ഹെയർ സ്മൂത്ത് ചെയ്യേണ്ട പോർഷനിൽ മാത്രമായിട്ട് സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യും. ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും, ഹെയർ വാഷ് ചെയ്യും, പിന്നെ വീണ്ടും നല്ല രീതിയിൽ ഡ്രൈ ചെയ്തിട്ട് വളരെ തിന്നായിട്ടുള്ള സിഗ്മെൻറ്റുകൾ എടുത്തിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് അപ്പിയറൻസിലേക്ക് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു ക്രീം അപ്ലൈ ചെയ്യും. ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം, ഹെയർ വാഷ് ചെയ്തെടുക്കും. ഇപ്പോഴേക്കും നമ്മുടെ സ്മൂത്തനിങ്ങിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഏകദേശം എൻ്റെ ഹെയർ സ്മൂത്തനിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹെയർ കട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയറിൻ്റെ ഹെൽത്തിനെ പറ്റി കൺസേൺ ആണെങ്കിൽ ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി പോലുള്ള ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നോക്കുക. പക്ഷേ കുറച്ചുകൂടി അത് എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചുകൂടി എമൗണ്ടും കൂടുതലായിരിക്കും. സ്മൂത്തനിങ് കുറച്ചും കൂടി അഫോർഡബിൾ ആയിരിക്കും. എനിവേസ് നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഹെയർ കട്ടും കൂടി ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഷോർട്ടാക്കി, പിന്നെ എൻ്റെ ലെങ്ത്തിൽ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലെങ്ത്ത് കുറച്ചു. ഇത് ഫെയറിൻ്റെ സ്റ്റോറാണ്. ഇവിടെ നിന്ന് ഷാമ്പൂ, കണ്ടീഷണർ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർ സലോൺ ബേസ്ഡ് ആയിട്ടുള്ള ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്നോട് സജസ്റ്റ് ചെയ്തത് മാട്രിക്സിൻ്റെ ഈ ഷാമ്പൂ, കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഷാമ്പൂ, കണ്ടീഷണേഴ്സിനൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡേ എന്നോട് വന്നൊരു ഹെയർ സ്പാ ചെയ്യാൻ പറഞ്ഞിരുന്നു. സ്പായുടെ പ്രൊസീജിയർ വരുന്നത് ആദ്യം ഹെയർ വാഷ് ചെയ്യും. സ്പാ ക്രീം നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള ഹെഡ് മസാജ്, ചെറിയ രീതിയിലൊരു ബോഡി മസാജും തരും. കുറച്ച്
നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇതെല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുന്നു. ഈ സ്പായുടെ റേറ്റ് വന്ന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് അതിന് വരുന്നത്. സോ ഇതൊക്കെയാണ് ഇത്തവണയുള്ള എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുമായി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.